ചേട്ടാ നമസ്കാരം. നമസ്കാരം. കുംഭമേള അവസാനിക്കുകയാണ്. കുംഭമേള 45 ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭമേള അവസാനിക്കുമ്പോൾ ലോകം തന്നെ ഞെട്ടലിൽ നിൽക്കുകയാണ്. എന്താണ് നമ്മുടെ രാജ്യം ഈ ചെയ്തു വച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. ഇപ്പൊ താഴെ കമന്റ് വരും, അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. എന്താണ് ഈ രാജ്യം ചെയ്തു വെച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ലോകം ആലോചിക്കുന്നത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ആഭ്യന്തരമായിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ്, നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി, അതായത് പുറത്തുനിന്ന് ഒരു നിക്ഷേപം പോലും വരാതെ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ ഇത്രയും വലിയൊരു ഈവന്റിൽ പങ്കെടുത്തിരിക്കുക മാത്രമല്ല, നമ്മുടെ ആഭ്യന്തര എക്കണോമിയിൽ പണം ഒഴുകിയിരിക്കുന്നു, മാർക്കറ്റ് ഉണർന്നിരിക്കുന്നു. പോരാത്തതിന് ഒരു സംസ്ഥാനത്തിന് ഈ കുംഭമേള നൽകിയ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഏർജ് അത് ചില്ലറയല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുംഭമേള കഴിയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിന് ലഭിച്ചത്? എന്താണ് ഉത്തർപ്രദേശിന്റെ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുംഭമേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം ആരോപണങ്ങൾ നമ്മുടെ ലെഫ്റ്റ് ലിബറൽ സോകോൾഡ് ഈ അമേരിക്കൻ USA വാങ്ങിക്കുന്ന മാധ്യമങ്ങൾ ഒരുപാട് ലെഫ്റ്റ് ലീനിങ് മീഡിയ എക്കോസിസ്റ്റം പടർത്തി വിടുന്നുണ്ട്. ഇതിലൊക്കെ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഈ കുംഭമേള, സാധാരണ ഒരു കുംഭമേള കഴിയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, വിശ്വാസികൾ പറയാറുണ്ട്, രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ചടങ്ങാണ് നടന്നത്. ഇത് ശരിക്കും പറഞ്ഞാല് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞാൻ അതിന്റെ ഭക്തിവശവും മതപരമായ വശവും ഒന്നും ഞാൻ പോകുന്നില്ല. അതെന്താണ് കുംഭമേള നമ്മുടെ ലോകത്തിന്റെ മുൻപിൽ എന്താണ് അത് സംഭവം ഉണ്ടായെന്ന് തന്നെ പറയാം. അത് വിശ്വാസികൾ അങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ. പക്ഷെ ഞാനും ഇപ്പൊ അത് വിശ്വസിക്കുകയാണ്. കാരണം അങ്ങനെയാണ് അതിന്റെ കണക്കുകളും കാര്യങ്ങളും വരുന്നത്. ലോകത്ത് ഒരു മനുഷ്യന് പർച്ചേസിങ്, അതായത് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് അറിയുന്നത് ആ ജനം അവിടെ വാങ്ങുന്ന സാധനങ്ങളുടെ ബ്രാൻഡ് നോക്കിയിട്ടാണ്. മുമ്പ് ഇവിടെ ബെൻസ് കാർ ഇന്ത്യയില് പ്രദർശനത്തിനായി കൊണ്ടുവന്നു. അന്നത്തെ ദിവസം അതിന്റെ അടുത്ത ദിവസമായിട്ട് 64 കാറുകൾ ബുക്കിംഗ് വന്നപ്പോഴാണ് ബെൻസ് കമ്പനിക്ക് തോന്നിയത് കുഴപ്പമില്ല, ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പോ നമ്മളുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ പൗരന്മാർ ഉപയോഗിക്കുന്ന ബ്രാൻഡുകളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ നമ്മളുടെ ബ്രാൻഡുകളെ മൊത്തം, അതായത് കുറെ കാറുകൾ വാങ്ങുന്നതിലോ കുറെ മറ്റെന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുന്നതിലോ മാത്രം നമ്മുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി അളക്കാൻ കഴിയില്ല. ഇന്ത്യൻസിന്റെ, ഒരു സാധാരണപ്പെട്ട ഇന്ത്യൻസിന് അത്രയും കപ്പാസിറ്റി ഉണ്ടോ എന്ന് അളക്കുക, അത് അളക്കുക അല്പം പ്രയാസകരമാണ്. അങ്ങനത്തെ ഒരു വലിയ അളവുകോലായിരുന്നു നമ്മുടെ ഈ മഹാകുംഭമേള എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ മഹാകുംഭമേളയ്ക്ക് വൻകിട ബ്രാൻഡുകൾ, ലോകത്തെ വൻകിട ബ്രാൻഡുകൾ എല്ലാം അവരുടെ സ്റ്റാളുകൾ തുറന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വലിയ രീതിയിൽ തന്നെ അവരെ ഞെട്ടിച്ചുകൊണ്ടുള്ള സെയിൽസ് ആണ് അവിടെ നടന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരം. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പിന്നീട് കൊടുക്കാം. കാരണം കുംഭമേള ഇന്നു മുതൽ അവസാനിച്ചു തുടങ്ങുകയാണ്. ഇന്നത്തെ സ്നാനം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇന്ന് തന്നെ ഈ പങ്കെടുക്കുന്നവർ മറ്റുമൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി മുതൽ തന്നെ അവർ പിരിഞ്ഞു പോകും. ഏതായാലും ഇനി ഒരു 10-12 ദിവസം കൊണ്ട് പൂർണ്ണമായി തന്നെ അതിന്റെ എല്ലാ ചടങ്ങുകൾ ഏതാണ്ട് ഇന്ന് തീർന്നു. ചടങ്ങുകളെല്ലാം പൂർണ്ണമായി തീർന്നു. ഇനി അവിടെ അവശേഷിക്കുന്ന ഭക്തര്, അവിടെ ജപവുമായി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവിടെ വ്രതം പിടിച്ചിരുന്നവര്, അവരെല്ലാം ഇന്ന് തന്നെ ഭജനയിരിക്കുന്നവർ, അവരെല്ലാം ഇന്ന് തന്നെ മടങ്ങി തുടങ്ങുകയാണ്. പതുക്കെ അത് മടങ്ങി തീരുന്നത് കുറെ ദിവസങ്ങൾ എടുക്കുന്നതാണ്. അപ്പൊ അത് കഴിയുമ്പോഴേ ഇതിന്റെ ഒരു ആക്ച്വലി കണക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൽ ശ്രദ്ധേയമായ കാര്യം, ഇവിടുത്തെ ഈ കുംഭമേളയൊക്കെ കളിയാക്കുന്ന മാധ്യമങ്ങളൊക്കെ കൃത്യമായ ഒരു കണക്ക് കേൾക്കണം. ഇത് ഒരു പ്രാഥമിക കണക്ക് മാത്രമാണ് വിഷയം. 8 ലക്ഷം പേർക്കാണ് ഈ കുംഭമേളയിൽ കൂടെ തൊഴിൽ ലഭിച്ചത്. താൽക്കാലിക തൊഴിലാണ് 8 ലക്ഷം പേര്. ഇതിൽ 2 ലക്ഷം പേര് ഈ കരകൗശലം, അതായത് വീട്ടിലൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ ഉത്സവപ്പറമ്പിൽ ഇപ്പോൾ കാണുന്നില്ല, മുമ്പൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ഐറ്റംസ്. ഈ പട്ടി, കൊട്ട, പായ അങ്ങനെയൊക്കെ നെയ്ത് വിൽക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അരിവാളും ഒക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന ചെറിയ ചെറിയ കൊല്ലപ്പണിക്കാര്, അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മുടെ നാട്ടിൽ. അതേപോലെ തന്നെ ഈ ഉത്തരേന്ത്യയിൽ അനവധി കരകൗശലക്കാർ, അങ്ങനെ 2 ലക്ഷം കരകൗശലക്കാർ വിൽപ്പനയും അങ്ങനെയുള്ളവരും കൂടി ഇതിൽ പങ്കെടുത്തു. അങ്ങനെ ടോട്ടൽ 10 ലക്ഷം പേർക്ക് തൊഴിൽ ലഭിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഹൈലൈറ്റ്. രണ്ടാമത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തുടങ്ങുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ പറഞ്ഞത് ഞങ്ങൾ 1.5 ലക്ഷം കോടി രൂപയാണ് സർക്കാരിലേക്ക് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അത് 2 ലക്ഷം കോടിക്ക് മുകളിലേക്ക് പോയി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് ഇനി ആരോടും ചെന്നിട്ട് പറയേണ്ട കാര്യമില്ല, ഇവിടെ ആളുകളുടെ പൈസയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങും, നിങ്ങൾ ഇവിടെ വന്ന് ഫാക്ടറി തുടങ്ങും, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നം വിറ്റഴിക്കും, ഇനി ഞങ്ങൾക്ക് ആരോടും പറയേണ്ട കാര്യം വരില്ല കുംഭമേള കഴിഞ്ഞാൽ. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇനി ഇതിൽ നേട്ടം ഉണ്ടാക്കിയ കമ്പനികളുടെ ഒരു പ്രാഥമിക ലിസ്റ്റ് പുറത്ത് പോന്നിട്ടുണ്ട്. ഒന്ന് ITC ആണ്, മറ്റൊന്ന് കൊക്കക്കോള, അദാനി ഗ്രൂപ്പിന്റെ കമ്പനികൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ, ബിസ്ലേരി,
ഇമാമി തുടങ്ങിയവർ മാത്രം അവരുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട്, അതായത് കുംഭമേള വെച്ചിട്ടുള്ള അവരുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി തന്നെ സർക്കാരിന് അടച്ചത് 3600 കോടി രൂപയാണ്. അതായത് കുംഭമേള തുടങ്ങുന്നതിന് മുൻപ് ഇവരുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട്, അതായത് കുംഭമേളയുടെ ബ്രാൻഡ് ഇവരുടെ പേരുമായി ചേർത്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ടി 3600 കോടി രൂപ മുടക്കി എന്ന് പറയുമ്പോൾ തന്നെ വെറുതെ ഒരു കമ്പനി കൊണ്ട് മുടക്കില്ല പൈസ. അവിടെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വലിയ രീതിയിലുള്ള ബിസിനസ്, ഏതാണ്ട് ഒരു 5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് അവിടെ നടന്നിരിക്കുന്നു. അതായത് ഈ 45 ദിവസം കൊണ്ട് പ്രയാഗരാജിൽ 5 ലക്ഷം കോടി രൂപ, 5 ലക്ഷത്തിന്റെ അല്ല 5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നടന്നിരിക്കുന്നു. അതിന്റെ ടാക്സും മറ്റുള്ള കാര്യങ്ങളുമാണ് യോഗി പ്രതീക്ഷിക്കുന്ന ഈ 2 ലക്ഷം രൂപ. അതായത് കച്ചവടം നടന്നത് 5 ലക്ഷം രൂപ, ടാക്സും മറ്റു ബെനിഫിറ്റുമാണ് സർക്കാരിലേക്ക് വരുന്നതിന്റെ കോടി, അതായത് 5 ലക്ഷം കോടി രൂപ. അപ്പൊ സർക്കാരിൽ കിട്ടുന്നതാണല്ലോ സർക്കാരിന്റെ കണക്ക്. അവർക്ക് കിട്ടുന്നത് 2 ലക്ഷം കോടി രൂപ കിട്ടും സർക്കാരിന്. ആ 3 ലക്ഷം രൂപ ക്രീവേക്കർ, അങ്ങനെ 5 ലക്ഷം രൂപ വിപണിയിൽ, അതായത് 5 ലക്ഷം കോടി രൂപ നമ്മുടെ ആ വിപണിയിൽ, പ്രയാഗരാജ് വിപണിയിൽ ഇളകി മറിഞ്ഞു എന്നുള്ളത്. അവിടെ വന്നിരിക്കുന്ന എല്ലാം വൻകിട ബ്രാൻഡുകളാണ്, വൻകിട ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ വിറ്റ അഴിഞ്ഞ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡ് ഐറ്റംസ് ആയിരുന്നു. അതായത് ലോകത്തുള്ള കംപ്ലീറ്റ് ഫുഡ് കമ്പനികളെല്ലാം വന്നിരുന്നു അവിടെ. അവർ ഇത്തവണ മറ്റൊരു കാര്യം കൂടി ചെയ്തു. അവര് ഈ ഫുഡുകൾ അവിടെ മറ്റേ ടെന്റിലും മറ്റും കിടക്കുന്ന ഫുഡ് എത്തിക്കാനുള്ള സംവിധാനം കൂടെ കൊടുത്തു. അത് ഒരുപാട് പേര് ഉപയോഗപ്പെടുത്തി. ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ മതപരമായിട്ടുള്ള ഐറ്റംസുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് വലിയ പണം, അത് എനിക്ക് തോന്നുന്നു കൂടുതലും സഹായിച്ചിട്ടുണ്ടാകുക ഈ നമ്മുടെ ഈ രാജ്യത്തുള്ള നിർമ്മാതാക്കളുണ്ട്. ഈ മാല, വള, ഇല്ലെങ്കിൽ പൊട്ട്, അങ്ങനെയൊക്കെയുള്ള തുടങ്ങി മതപരമായിട്ടുള്ള ഭഗവത്ഗീത ഉണ്ടാകും, ജപമാല ഉണ്ടാകും, രുദ്രാക്ഷം ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉള്ളത്. മറ്റൊന്ന് പോയിരിക്കുന്നത് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടാണ്. ഈ ഹെൽത്ത് കെയറിലാണ് ഈ അദാനിയും റിലയൻസും അതുപോലെ തന്നെ വൻകിട വിദേശ കമ്പനികളെല്ലാം കൂടി അവർക്ക് ലാഭം ഉണ്ടായിരിക്കും ഹെൽത്ത് കെയറിലാണെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ പലതും വരും. ഇമാമിയൊക്കെ അതിൽ മറ്റൊരു കമ്പനി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്രീം ഒക്കെ ഉണ്ട്, ഈ തണുപ്പ് കാലത്ത് മോയ്സ്ചറിങ് ക്രീം, അതുപോലെ തന്നെ ചെറിയ ചെറിയ മെഡിസിൻസ്, ഇൻഹേലേഴ്സ്, അങ്ങനെ തുടങ്ങി ഹെൽത്ത് കെയറിന് ആവശ്യമായ അനവധി കാര്യങ്ങൾ. മാസ്ക് പോലും ഹെൽത്ത് കെയറിൽ വരുന്ന ഒരു സാധനമാണ്. ഇങ്ങനെയുള്ള വൻകിട ബ്രാൻഡുകളുടെ ഒരു കച്ചവടം, അതായത് ലോകത്ത് ഏത് രാജ്യത്തും അവരുടെ ചെറിയ ഉൽപ്പന്നം തൊട്ട് വലിയ ഉൽപ്പന്നം വരെ വിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഈ കുംഭമേള തെളിയിച്ചു. അത് 10 രൂപയുടെ പ്രൊഡക്റ്റ് ഇന്ത്യയിലുണ്ടോ, ഇന്ത്യയെ കൊണ്ടുവരും, അത് മേടിക്കാൻ ഇവിടെ ആളുണ്ട് എന്നുള്ളത് ഒറ്റ കുംഭമേള തെളിഞ്ഞിരിക്കുകയാണ്. 46 കോടി ജനം, 1.5 മാസം, 2 ലക്ഷം കോടി രൂപയുടെ വരുമാനം, 5 ലക്ഷം കോടി രൂപയുടെ കച്ചവടം ഒരു സ്ഥലത്ത് നടക്കുന്നു. അവിടെയാണ് ഈ കുംഭമേളയുടെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ട്രംപ് താരിഫും കാര്യങ്ങളുമായിട്ട് വലിയ രീതിയിൽ മുമ്പോട്ട് വരാനെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒരു വിപണിയാണ്. ഇന്ത്യ അടുത്ത് കൂടുതൽ മൂപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് സാധനം കൊണ്ട് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല. നമുക്കും നഷ്ടമുണ്ട്, നമുക്ക് അങ്ങോട്ടും കൊണ്ട് വിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇതിനകത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഈ കുംഭമേള നടക്കുമ്പോൾ സാധാരണ അതിന്റെ ഈ സ്വാമിമാരൊക്കെ പറഞ്ഞ് കുംഭമേള കഴിയുമ്പോൾ രാജ്യത്തിന്റെ യശസ് വളരെയധികം കൂടും, രാജ്യം പുരോഗതിയിലേക്ക് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. ഈ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമാണ്. വിശ്വാസം വേറൊരു വഴി, വിശ്വാസമല്ലല്ലോ ഇത്. ആ വിശ്വാസം നമുക്ക് ശരിവെക്കേണ്ടി വരും. ഇതെല്ലാം കൂടെ യോഗി ചെയ്തത് കേവലം 25,000 കോടി രൂപയ്ക്കാണ് ഈ പ്രൊജക്ട് പുള്ളി ചെയ്യുന്നത്. കുംഭമേളയ്ക്ക് അദ്ദേഹം മുടക്കിയത് 25,000 കോടി രൂപയ്ക്ക് അടുത്താണ് അതിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ ശരിയാക്കാനും സുരക്ഷയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ അദ്ദേഹത്തിന്റെ സർക്കാരിന് കിട്ടുന്ന 2 കോടി രൂപയാണ്. ഇത് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. മുമ്പ് ഈ ഗുജറാത്തിൽ പ്രതിമ പണിതപ്പോ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചു. ഇന്ന് നമ്മുടെ മാസം എത്ര കോടി രൂപ, ഒരു വർഷം എത്ര കോടി രൂപയാണ് ആ ഗുജറാത്ത് സർക്കാരിന് ആ പ്രതിമ കൊണ്ട് മാത്രം കിട്ടുന്നതെന്നും കൂടെ പോയി കാണണം. എത്ര പേർക്ക് തൊഴിൽ കിട്ടിയെന്നും കൂടെ കാണണം. ഇവിടെ 25,000 കോടി രൂപ ഈ യോഗി ആദിത്യനാഥ് കുംഭമേളയ്ക്കായി മാറ്റിവെച്ചപ്പോൾ, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചപ്പോൾ ഇവിടുത്തെ പല മാധ്യമങ്ങളും പറഞ്ഞു ഇതൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ, പട്ടിണി മാറിക്കൂടെ എന്നുള്ളത്. ഈ 25,000 കോടി രൂപ എല്ലാവർക്കും കൂടെ വിധിച്ച് 100 രൂപ ഒരു ദിവസം കൊടുത്തുകൊണ്ട് പട്ടിണി മാറുമോ? ഇല്ലല്ലോ. പക്ഷെ ആ പണം മുടക്കി കഴിഞ്ഞപ്പോൾ എത്ര പേർക്ക് തൊഴിൽ കിട്ടി? 10 ലക്ഷം പേർക്ക്. അതിൽ 2 ലക്ഷം പേര് ഈ നാട്ടിൻപുറങ്ങളുള്ള ഗ്രാമീണരായിട്ട്. ഈ 10 ലക്ഷം പേരെന്ന് പറഞ്ഞാൽ IT പ്രൊഫഷണൽസും എഞ്ചിനീയറും പിന്നെ ഡോക്ടർമാരും ഒന്നും അല്ല അവിടെ. ഈ ശുചീകരണ തൊഴിലാളികളുണ്ട്, കരകൗശല നിർമ്മാണത്തിനുള്ള തൊഴിലാളികളുണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്, ഫുഡ് വെക്കുന്നവരുണ്ട്, ചായ. ഈ അടുത്ത ഒരു ബ്ലോഗ് ഞാൻ കണ്ടതാണ്. അവിടെ ഈ ഒരു കെറ്റിൽ മാത്രമേ ഉള്ളൂ. പഴയ കാലത്തെ ചായ കൊടുക്കുന്ന ഒരു ചെറിയ കെറ്റിലുണ്ട്. ആ കെറ്റിൽ താഴെ ഒരു ചെറിയ അടുപ്പമുണ്ട്. ആ കെറ്റിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാള്, അയാൾക്ക് ഇതുവരെ കിട്ടിയത് 5 ലക്ഷം രൂപയാണ്. വെറും ഒരു ചായക്കാരൻ 5 രൂപയാണ് ചായയുടെ വില. ആ ചായ വിറ്റിട്ട് അയാൾ ഇതുവരെ നേടിയത് 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അവിടുത്തെ കച്ചവടക്കാർ എന്തുമാത്രം നേടിയിട്ടുണ്ടാവും. നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു പെൺകുട്ടി, സൊണാലി അങ്ങനെയാണെന്ന് തോന്നുന്നു എന്റെ പേര്, മൊണാലിസ എന്തോ, എനിക്ക് പേരറിയില്ല, ഇന്ത്യൻ മൊണാലിസ. ആ പെൺകുട്ടി അവസാനം അതിന്റെ ഫോട്ടോ എടുത്തിട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷെ അവസാനം ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയാവോ?
ഞാൻ വന്നിട്ട് എനിക്ക് ഒരു രൂപയുടെ കച്ചവടം പോലും നടന്നില്ല. 10 ലക്ഷം അല്ല, രൂപയുടെ ഈ കച്ചവടമെങ്കിലും ഈ നടക്കേണ്ടതായിരുന്നു. കച്ചവടം എന്നൊക്കെ പറഞ്ഞാല് നമ്മള് അവിടെ ചെല്ലുമ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അവിടുത്തെ കച്ചവടം എന്നൊക്കെ പറയുന്നത്. നമുക്കും വേണമെങ്കിൽ ഒരു 45 ദിവസം ഇവിടെ നിന്ന് നമ്മൾക്ക് സകല കാര്യങ്ങൾക്കും ഒരു അവധി കൊടുത്തിട്ട് നമുക്കും വേണമെങ്കിൽ അവിടെ പോയി ഒരു കച്ചവടക്കാരനായിട്ട് നിൽക്കാം എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണുമ്പോൾ അവിടെ നടക്കുന്ന പല റീലുകളിലും പല മലയാളികളടക്കം പോകുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻസും പോകുന്നുണ്ട്. അവർ ചെയ്യുന്ന പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പാമ്പാട്ടികളുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോൾ പാമ്പിനെ കഴുത്തിലിട്ടിട്ട് ഫോട്ടോ എടുക്കാൻ ഇത്ര രൂപ. ഇത് വളരെ ചുരുക്കം പൈസയാണ്, അവന് വലിയ ചെലവൊന്നുമില്ല. പാമ്പിനെ കഴുത്തിയിട്ടിട്ട് ഫോട്ടോ എടുക്കാൻ. പെരുമ്പാമ്പുണ്ട്, മൂർഖൻ പാമ്പുണ്ട്, ഇതിനെല്ലാം കഴുത്തിയിട്ടിട്ട് മലയാളികൾ ഫോട്ടോ എടുക്കണം. എന്തിനു പറയുന്നു? നമ്മുടെ ചെവി ഉണ്ടല്ലോ, ചെവി തോണ്ടുന്ന ആൾക്കാരുണ്ട്, ഈ ഇയർ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ. ആ ഇയർ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, ഒരു ഇയർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞായിട്ട് നിങ്ങൾക്ക് ഇത്ര രൂപ, അയാൾ എന്തോരം പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളുമാണ് അവിടെ കച്ചവടം. ഒന്നും വേണ്ട. ഇപ്പൊ നമ്മള് ഇവിടെ കേരളത്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ഈ കാല് മസാജ് ചെയ്യാനുള്ള ഒരു മെഷീൻ കൊണ്ടുപോവുക. കാല് തിരുമ്മി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. മസാജ് ചെയ്യാനുള്ള ഒരു മെഷീനുമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആ മസാജ് ചെയ്യാനുള്ള മെഷീനിൽ അവിടെ വെച്ചാൽ മതി. നമുക്ക് വലിയ വരുമാനമാണ്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ബൾക്കായിട്ട് കൊണ്ടുപോകാമെങ്കിൽ അതിന്റെ അപ്പുറം വരുമാനമാണ്. ഈ മാനുവലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ അവിടെ ഉള്ളത്. ഇപ്പൊ ബിജുചേട്ടൻ പറഞ്ഞ പോലെ ആ ചായക്കെറ്റിലിന്റെ അടിയിൽ മറ്റേ ഈ ഒരു അടുപ്പ് പോലത്തെ ഒരു സാധനം അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ചൂട് ചായ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടിരിക്കുന്നത് ഈ ചായ കൊണ്ടുവരുന്നത് മറ്റേ ഈ ക്യാനിനകത്ത് കൊണ്ടുവന്ന് അത് തുറന്നൊഴിച്ച് മറ്റേ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ തുറന്നൊഴിച്ച് ആ ഒരു സെറ്റപ്പാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ചായക്കാരൻ ചെയ്യുന്ന ഇതേ കാര്യം നമ്മൾ മലയാളികളാണെങ്കിൽ അവിടെ പോയി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് നമ്മൾ ചിന്തിക്കും. ഉദാഹരണത്തിന് ആദ്യം ഒരു ഉരുട്ടാനുള്ള ഒരു വണ്ടി, പിന്നെ അതിൽ ഒരു ബാറ്ററി വെച്ച് ഒരു ഇലക്ട്രിക് ലൈറ്റ്, പിന്നെ വട ഇടാനുള്ള സെറ്റപ്പ്, ഒരു ഗ്യാസ് സ്റ്റൗവ്, അങ്ങനെ ഒരുപാട് കാര്യം. ഇയാള് കൽക്കരി കൂട്ടിയിട്ട് അത് കത്തിച്ച് വളരെ വളരെ ഒരു ലോ ആയിട്ടുള്ള ഒരു പെർ ക്യാപിറ്റ ഇൻകത്തിലാണ്, ഒന്നുമില്ല അതിനകത്ത്, പെർ ക്യാപിറ്റ ഇൻകത്തിലാണ് പുള്ളി അത് തുടങ്ങുന്നത്. അങ്ങനത്തെ പല പല കച്ചവടമാണ്. അവർക്കൊക്കെയാണ് ഈ 5-6 ലക്ഷം. ഈ 45 ദിവസം കഴിയുമ്പോൾ പുള്ളി പറയുന്നത് എന്റെ ലാഭം എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞ് 5 ലക്ഷം രൂപയാണെന്നാണ് പുള്ളി പറയുന്നത്. ഈ 5 ലക്ഷം രൂപ എന്ന് പറയുന്ന തുക എന്ന് പറയുന്നത് ഒരു വർഷം മുഴുവൻ പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഗവൺമെന്റ് ജീവനക്കാർക്ക് കിട്ടുന്ന ഒരു തുകയായിരിക്കും. ഈ 50,000 രൂപ വെച്ച് ഒരു മാസം കിട്ടിയാലും 10 മാസം ആകുമ്പോഴാണ് 5 ലക്ഷം രൂപയാവുന്നത്. അങ്ങനെയാണ് അവിടെ കിട്ടിയത്. അപ്പൊ അത്രയ്ക്കും വലിയ പർച്ചേസിംഗ് പവർ ഉള്ള ജനങ്ങൾ അവിടെ വരുന്നു, എക്കണോമി ഓൺ ആവുന്നു. പിന്നെ ഈ ഗുജറാത്തിന്റെ കാര്യം പറഞ്ഞപ്പോ, ഗുജറാത്തില് വിജേട്ട യഥാർത്ഥത്തില് ആ പ്രതിമ ഉണ്ടാക്കിയപ്പോ ആ സമയത്ത് ആ പ്രതിമയ്ക്ക് മാത്രമല്ല കോടിക്കണക്കിന് വരുമാനം വരുന്നത്. അവിടത്തെ ആ പ്രതിമ ഇരിക്കുന്നതിന്റെ ചുറ്റുമുള്ള ആ പ്രദേശം ഒന്ന് പോയി കാണണം. അടിമുടി മാറിപ്പോയി. അവിടെ ഇപ്പോ റോഡുകൾ, വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കുടിലുകളായിരുന്നു, അതൊക്കെ ഇപ്പൊ ടെറസ് വീടായി. കുടിലുകൾ മാറി ടെറസ് വീടായി, റോഡുകൾ. ഞാൻ ഇതൊക്കെ കാണുന്നത് സത്യം പറഞ്ഞാൽ സന്തോഷ് കുളങ്ങരയുടെ സഞ്ചാരത്തിലാണ്. പുള്ളി പണ്ട് നർമ്മദ കാണാൻ പോയതും ഇപ്പൊ നർമ്മദ കാണാൻ പോയതുമായിട്ട് പുള്ളി ഒരു വീഡിയോ കമ്പയർ ചെയ്തിട്ടുണ്ട്. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ അന്ന് പോയപ്പോ അവിടെ ഇരിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ ടെന്റൊക്കെ അടിച്ചു കഴിയുന്ന ഒരുപാട് ഈ ആൾക്കാരെ പോലെയായിരുന്നു. പക്ഷെ ഇപ്പൊ അവർക്കൊക്കെ വീടുകളായി, അതിഭീകരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ വികസിച്ചു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാനിപ്പോ ഒരു കുംഭമേളയുടെ കാര്യം പറഞ്ഞു. 2001 ഞാൻ പോകുമ്പോൾ എനിക്ക് ഒരു കാര്യമില്ല. ഞാൻ ഒരു കാര്യമില്ലാതെ ഞാൻ സാധനം മേടിച്ച കാര്യം പറയും. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഈ ബനാറസ് സാരി കിട്ടും. ബനാറസ് വാരണാസിയിൽ നിന്ന് കൊണ്ടിരുന്നതാണ്. അവിടെ ഈ നെയ്ത്ത് തൊഴിലാളികൾ കൊണ്ടിരുന്നു. ഇപ്പൊ സാരി മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം സാരി കൊടുക്കാൻ മാത്രം എനിക്ക് ആരും ഇല്ല അങ്ങനെ. അപ്പം ഞാൻ ഇത് കണ്ടിട്ട്, ഇതിന്റെ ഭംഗി കണ്ടിട്ട്, അതായത് എനിക്ക് 150 രൂപ എങ്ങാണ്ടാണ് ആ ഒരു സാരിക്ക് അവർ പറഞ്ഞിരുന്നത്. ഞാൻ 5 സാരി വാങ്ങി. കാരണം ആ സാരി വാങ്ങിയിട്ട് എനിക്കിത് പലർക്കും ഗിഫ്റ്റ് ചെയ്യാനേ പറ്റൂ. കാരണം എന്റെ ആവശ്യമില്ലെങ്കിൽ എനിക്ക് അങ്ങനെ കൊടുക്കാനോ വേറെ ആരുമില്ല. പക്ഷെ ഞാൻ എന്തിനത് വാങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ ഒരു ബനാറസ് സാരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്, അവിടെ നെയ്ത്തുകാർ നെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്ടം, അതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചു. എന്നെ പോലെ ചിന്തിക്കുന്ന എത്രായിരം പേരുണ്ടാവും. ഇപ്പൊ നമുക്ക് പ്രയോജനമില്ല, എന്റെ വീട്ടിലാർക്കും പ്രയോജനമില്ല, എന്നെ കുറച്ച് സാരി വാങ്ങിയേക്കാം, ഇല്ലെങ്കിൽ ഇത് എല്ലാവർക്കും നാട്ടിൽ ഗിഫ്റ്റ് ചെയ്തേക്കാം എന്ന് കരുതിയിട്ട്. അപ്പൊ ഈ ധനുഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്, നമ്മുടെ കയ്യില് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു 10,000 രൂപയായിട്ട് പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞുമ്പോ ഈ 1000 രൂപ തീരും. എന്നാൽ നമ്മൾ വലിയ തുകയൊന്നും മുടക്കുന്നില്ല. ചായ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്സുകള്, പിന്നെ പല്ല് തേക്കാനുള്ള, അവിടെ ഒരു പയ്യൻ, അതിന്റെ ഒരു വൈറൽ വീഡിയോ വന്നു, അവൻ 80,000 രൂപ ഉണ്ടാക്കി ഈ പല്ല് തേക്കാനുള്ള വേപ്പിന്റെ തണ്ട് കിട്ടും.
ശരിക്കും പറഞ്ഞാൽ അതായത് നോർത്ത് ഇന്ത്യൻസ് ഈ അത് വേപ്പിന്റെ കേട്ടപ്പോ ഞാൻ തണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഞെട്ടിപ്പോയി കേട്ടോ. ഒരു വേപ്പ് മരത്തിൽ നിന്ന് അവൻ 100 തണ്ടും പറിച്ചുകൊണ്ട് പോയി അവിടെ പോയിട്ട് രാവിലെ ആകുമ്പോ ഈ തണ്ട് കൊണ്ട് കൊടുക്കുകയാണ്. അതിനൊരു പൈസ പറയുമ്പോൾ അത് കൊടുത്ത് മേടിക്കുകയാണ്. ഇപ്പൊ ഒരു തണ്ടിന് 50 രൂപ പറഞ്ഞാലും ശരി, എങ്കിൽ അത് കടിച്ച് ആ പല്ല് തേക്കുകയാണ്. തീർന്നു പണി. ഞാൻ ഞെട്ടിപ്പോയി. അത് എന്റെ ഫ്യൂച്ചർ എന്ത് സെറ്റപ്പ് അല്ല, ആണെന്ന് ആലോചിച്ചപ്പോഴേ. യു പിയിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഈ വേപ്പിന്റെ തണ്ട് കൊണ്ട് തന്നെ പല്ല് തേക്കുന്നത്. ഉം. നമ്മുടെ നാട്ടിൽ പണ്ട് ഈ മാവല കൊണ്ട് പല്ല് തേക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ തേക്കുന്നത്. അപ്പൊ അത് അതെ. ഇവിടെ കൊണ്ടുവരുമ്പോൾ, ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകും, ഈ പ്രയാഗരാജിൽ ഇപ്പൊ കുംഭമേളയ്ക്ക് പോകുമ്പോഴത്തേനും ഈ ഭക്തിയോട് പോകുന്നവർ ആ ഭക്തിയിൽ മാത്രമായിരിക്കും, അതല്ലാതെ പോകുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഭക്തിയും ഉണ്ട്, ഒപ്പം തന്നെ ഈ മേളകളൊക്കെ നമ്മുടെ പിക്നിക് മൂഡ്. ഉത്സവപ്പറമ്പിൽ പോകുന്ന കണക്കാണ്. ഇപ്പൊ ഉത്സവപ്പറമ്പിൽ പോകുന്ന കണക്കേ ഉള്ളൂ. ദൈവത്തെയും തൊഴാൻ പറ്റും, ഒപ്പം തന്നെ കടകളും കച്ചവടവും ബാണിപോക്കും കണ്ട് രസിക്കാനും പറ്റും. അതെ അപ്പൊ അതെ നമ്മൾ അതെ. പോകുമ്പോൾ സ്വാഭാവികം ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും 50 രൂപയേ ഉള്ളൂ, ഒരെണ്ണം മേടിച്ച് പല്ല് തേച്ച് നോക്കാം. കാരണം വേറെ മോശപ്പെട്ട കാര്യമൊന്നുമല്ല അതിനകത്ത്. ഇതല്ല വേപ്പിന്റെ, ആര്യവേപ്പിന്റെ അല്ല. ഉം ഉം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ വളകള്, അതുപോലെ നല്ല കപ്പുകൾ, ഇതെല്ലാം ഉണ്ട്. അതായത് എങ്ങനെ പോയാലും ഒരു ശരാശരി അവിടെ എത്തുന്ന ആള് ഏതെങ്കിലും ഒരു കാര്യം പർച്ചേസ് ചെയ്താൽ വരില്ല. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് വരുമ്പോഴത്തേനും അവിടെ നിന്ന് വരുമ്പോ എന്തെങ്കിലും ഇവർക്കൊക്കെ കൊടുക്കണ്ടേ, നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ ഉം റിലേറ്റീവ്സിനൊക്കെ ഉം എന്തെങ്കിലും ഉം ഉം. ഉം. അവിടുന്ന് പ്രയാഗ്രാജ് കുംഭമേളയിൽ നിന്ന് വരുന്ന എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിച്ചാൽ അതെ അതിനുള്ള അതെ. ഒരുപാടായിട്ട് ഇതിനൊന്നും വലിയ വിലയില്ല. ഇവിടെയാണ് ഉം. ലോകം ശ്രദ്ധിക്കുന്നത്, ലോക വിപണി ശ്രദ്ധിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ കച്ചവടം എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് യുദ്ധവിമാനങ്ങളുടെ കച്ചവടം, അതുപോലെ ഉം. തന്നെ വലിയ വലിയ വാഹനങ്ങളുടെ കച്ചവടം, മരുന്നിന്റെ കച്ചവടം. അതിനൊക്കെ ഉം. അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് 10 രൂപയുടെ അണ്ടർവെയർ തയ്ച്ച ഉണ്ടാക്കിയാൽ പോലും ഈ രാജ്യത്ത് അത് വിറ്റഴിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. അത് അതെ വാങ്ങിക്കാൻ അതെ. കഴിയുന്ന പർച്ചേസിംഗ് കപ്പാസിറ്റി ഈ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. 5 ലക്ഷം കോടിയുടെ അടുത്തേക്ക് എത്തുകയാണ് അവിടുത്തെ മൊത്തം പണമെന്ന്. അതായത് ഒരു സ്ഥലത്തുള്ള കാര്യമായി പറഞ്ഞത്. വെറും 46 കോടി പേരെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് 50 മേളിൽ പോയേക്കാം. ഇത് തീരുമ്പോഴേ നമുക്ക് ഫൈനലി അറിയാൻ കഴിയുള്ളൂ. അപ്പോ ഇന്ത്യൻ ജനത മുഴുവൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ലോകത്തുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. ഇനി ഒരു വലിയ കാര്യം കൂടെ ഞാൻ പറയാം. ഈ 46 കോടി ജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുമെന്ന് അറിയാവോ? അമേരിക്കയുടെയും കാനഡയുടെയും കൂടെ ഫുൾ ജനസംഖ്യയാണ് അവിടെ എത്തിയത് 1.5 അതെ മാസം അതെ കൊണ്ട്. അതെ അതെ. അമേരിക്കയുടെയും കാനഡയും കൂടെ ഫുൾ ജനസംഖ്യ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ 46 കോടി പേരാണ്. അവരാണ് ഉം. അവിടെ എത്തിയത്. അപ്പൊ ഇന്ത്യൻ ജനത ഈ 140 കോടി പേര്, ഇല്ലെങ്കിൽ പോട്ടെ 100 കോടി ജനം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരു മാസം കൊണ്ട് കിട്ടിയ കച്ചവടമാണ് 5 ലക്ഷം കോടി എന്ന് പറയുന്നത്. അതെ അതെ അതെ. അവൻ ഈ 100 കോടി ജനത്തിന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ. അപ്പം വിപണി വലിയ വിപണിയാണ്, അത് ഷോ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ. ഇപ്പൊ നമ്മുടെ കയ്യിൽ, നമ്മുടെ സാധാരണപ്പെട്ടവരുടെ പണമുണ്ട് ഉം. എന്ന് പറയുന്നതോ ഇല്ലെങ്കിൽ ചില പിന്നെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലോ അല്ല മറ്റു രാജ്യം അത് മനസ്സിലാക്കുന്നത്. ഇവിടെ കിട്ടിയ കച്ചവടമാണ്. ഈ വന്നിരിക്കുന്നത് അതെ വിദേശ കമ്പനികളാണ് കച്ചവടം ചെയ്യാനുണ്ട്. അതെ കൊക്കക്കോളയൊക്കെ അതെ വന്നിട്ട് വലിയ രീതിയിലുള്ള കച്ചവടമാണ് നടന്നിരിക്കുന്നത്. ഇതെന്തായാലും അതെ. എന്തായാലും കുംഭമേള നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തും, നമ്മുടെ രാജ്യത്തിന്റെ ഉന്നതിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ്. ഉം. GDP-യിലേക്ക് അവർക്ക് 1% to 2% വരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതെ രാജ്യത്തിന്റെ ആ സാമ്പത്തിക സുസ്ഥിരതാവസ്ഥയാണ് അത് കാണിക്കുന്നത്. അതെ. എന്തായാലും കുംഭമേള ഗംഭീരമായിട്ട് തന്നെ പര്യവസാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ കുംഭമേളയ്ക്ക് വന്നത് എത്ര ആൾക്കാരാണെന്ന് നമുക്കറിയില്ല. കാരണം അതിന്റെ കണക്ക് നമ്മൾ എടുത്തിട്ടില്ല. ഇത്തവണ മഹാകുംഭമേള ആയപ്പോഴേക്കും നോർമലി കുംഭമേളയ്ക്ക് ഒരു 45 കോടി ജനങ്ങൾ. അത് നോർമലി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നോർമലാണ്. സായിപ്പിന് അത് നോർമൽ അല്ല, അത് അത്ഭുതമാണ്. 45 കോടി ആൾക്കാർ കുംഭമേളയിലേക്ക് എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നടന്ന കച്ചവടത്തിന്റെ ആ ഒരു ബാഹുല്യവും നമ്മുടെ പർച്ചേസിംഗ് കപ്പാസിറ്റിയും കണ്ട് ഇനി അടുത്ത കുംഭമേളയ്ക്ക്, അത് ഒരു മഹാകുംഭമേള തന്നെ ആവണമെന്നില്ല, അടുത്ത കുംഭമേള വരുമ്പോൾ ആ കുംഭമേളയ്ക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് പല പല വമ്പൻ കമ്പനീസ്. ഇപ്പൊ ഈ ആര്യവേപ്പിന്റെ ഇല കൊണ്ട് ഒരു ചെക്കൻ അവിടെ വിപ്ലവം സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ ഇപ്പൊ ഒരു കമ്പനി വിചാരിക്കുന്നത്, അവൻ ഒരു ആര്യവേപ്പിന്റെ ഇല അവിടെ കൊണ്ടു കൊടുത്തപ്പോ, ആര്യവേപ്പിന്റെ തണ്ട് കൊണ്ടു കൊടുത്തപ്പോ അവരത് മേടിച്ചു. എന്തുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ബ്രഷ് അവിടെ കൊണ്ടു കൊടുത്തുകൂടാ? രാവിലെ പല്ല് തേക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത, അത് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അങ്ങനെ ഇത് വേറൊരു ലെവലിലേക്ക് ഉയരാനുള്ള ഒരു പരിപാടിയുണ്ട്. പക്ഷെ അപ്പോഴും ആര്യവേപ്പിന്റെ ഇല വാങ്ങിക്കുന്ന, തണ്ട് വാങ്ങിക്കുന്ന ആൾക്കാർ അവിടെ കാണാം. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ അമേരിക്കയിൽ ഒരു ഇവന്റ് നടക്കുമ്പോൾ നമുക്ക് അവിടെ ആര്യവേപ്പിന്റെ തണ്ട് കൊണ്ട് വിൽക്കാൻ പറ്റില്ല. അവിടെ ഇലക്ട്രിക് ബ്രഷ് മാത്രമേ വിൽക്കാൻ പറ്റൂ. പക്ഷെ നമുക്ക് ഇവിടെ ഇത് രണ്ടും വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊരു നോർമൽ ലെവലിൽ ഒരു 45 കോടി ആൾക്കാർ എത്തി. ഇനി അടുത്ത കുംഭമേളയാകുമ്പോഴേക്കും, അത് ഞാൻ പറഞ്ഞു, ഇത് അടുത്ത 144 വർഷമൊന്നും പോകണ്ട, ഇനി അടുത്ത ദ വെരി നെക്സ്റ്റ് കുംഭമേള ആകുമ്പോഴേക്കും ഈ 45 കോടി ജനങ്ങൾ എന്നുള്ളതിൽ നിന്ന്, ഈ നോർമലിൽ നിന്ന് ഒരു ന്യൂ നോർമലിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു 65 കോടി അടുത്ത കുംഭമേള ആൾക്കാരായിരിക്കും വരും 6 വരുന്നത്. വർഷം കൂടെ കഴിഞ്ഞിട്ട്. അതെ. 6 വർഷം കൂടെ അതൊരു കഴിഞ്ഞിട്ട് അടുത്ത അതെ, കുംഭമേള വരും. ഒരു 65 കോടി ആൾക്കാർ, അതൊരു ന്യൂ നോർമൽ ആയിരിക്കും. അപ്പോ ഇതിന്റെ പങ്കെടുക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ മാത്രമായിരിക്കില്ല. അപ്പോ വരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇതിൽ വന്ന് പങ്കെടുക്കാനുള്ള ചാൻസും നമ്മുടെ മാർക്കറ്റിന്റെ, എക്കണോമിയുടെ ഒരു തലം തന്നെ മാറിപ്പോകാനുള്ള ഒരു വലിയ ഒരു
ചാൻസും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വേറൊരു രാജ്യത്ത് നിന്നും നിക്ഷേപം സ്വീകരിക്കാതെ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ നമുക്ക് പണം ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യം ഒരു രാജ്യത്തുണ്ടാകുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള മറ്റു രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാകും. അങ്ങനെ അസ്വസ്ഥത ഉണ്ടാകുന്ന രാജ്യങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ള മാധ്യമങ്ങൾക്കടക്കം USAIDും ഫണ്ടും എന്ന പേരിൽ CIA ചാര ഫണ്ടൊക്കെ കൊടുത്ത് നമ്മുടെ കുംഭമേളയൊക്കെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതും അതൊക്കെ ഏറ്റുപിടിച്ച് നമ്മുടെ സഭയിൽ ജോൺ ബട്ടാസിനെ പോലുള്ള ആൾക്കാർ അമേരിക്ക മറ്റേ AI കണ്ടുപിടിക്കുന്നു, ചൈന ഡീപ് സീക്ക് കണ്ടുപിടിക്കുന്നു, ഇവിടെ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ രീതിയിലുള്ള ഡയലോഗ്സ് അടിക്കുന്നതും. എന്തായാലും സംസ്കാരവും എക്കണോമിയും രണ്ടും രണ്ടാണ് എന്ന് പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത MP മാരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. താങ്ക് യു ബിജുട്ടാ, താങ്ക് യു സോ മച്ച്.